ഇനി വിഴിഞ്ഞത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താതെ അദാനി കമ്പനിയുടെ ചുമലിലേറി നേട്ടം അവകാശപ്പെടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോവളത്തെ UDF സ്ഥാനാർത്ഥി M. വിൻസെന്റ്. യുവത്വത്തിന്റെ കരുത്തിൽ കോവളം തിരിച്ചുപിടിക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സ്വതന്ത്രനായിട്ടുള്ള ഭഗത് റൂഫസ്. കോവളത്തിന്റെ വികസനത്തിന് BJP മാത്രമാണ് ഏക പ്രതീക്ഷ എന്നായിരുന്നു NDA സ്ഥാനാർത്ഥി TN സുരേഷിന്റെ പ്രതികരണം. കോവളം നിയോജക മണ്ഡലത്തിൽ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് മൂന്ന് മുന്നണികളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിംഗ് MLA കൂടിയായ M. വിൻസെന്റ് എന്നോടൊപ്പം ചേരുന്നു. എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് കോവളത്ത് ജനങ്ങൾക്കരികിലേക്ക് എത്തുന്നത്? ആത്മവിശ്വാസം, ജനങ്ങളിലുള്ള വിശ്വാസമാണ് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ഏത് സമയത്ത് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. അവൈലബിലിറ്റിയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്റെ രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന ഒരു ആക്ഷേപം മരണ വീട്ടിലും കല്യാണ വീട്ടിലും കയറിയിറങ്ങി നടക്കുന്ന ഒരാളെന്നുള്ളതാണ്. പക്ഷെ അത് എനിക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കെടുക്കാൻ ഞാൻ പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നിയോജക മണ്ഡലത്തിന്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നിയമസഭാ വേദിയിൽ വ്യക്തമായി അവതരിപ്പിക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വികസനം, ഒരു പ്രതിപക്ഷ MLAക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി വികസനം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഒന്ന് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ വേദികളിൽ അതിശക്തമായി ഈ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങളുടെ വിവിധമായ വിഷയങ്ങൾ, കർഷകരുടെ വിഷയങ്ങളായിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളായിരുന്നാലും നെയ്ത്ത് തൊഴിലാളികളുടെ വിഷയങ്ങളായിരുന്നാലും വളരെ ശക്തമായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഗവൺമെന്റ് തന്നെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാണിക്കാൻ സംസ്ഥാന സർക്കാരൊക്കെ ശ്രമിച്ചാൽ വിഴിഞ്ഞം പദ്ധതി, അതിന്റെ പിതൃത്വം, അതിനെ ചൊല്ലി ഇപ്പോഴും ഒരു അവകാശവാദം നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണേണ്ടത്, ഇത് പദ്ധതി ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. പൊടുന്നനവേ ഒരു ആരംഭിക്കാൻ കഴിയുന്നതല്ല ഈ പദ്ധതി. അതിന്റെ എല്ലാ കടമ്പകളും, കോടതി കേസുകൾ, ഇതെല്ലാം കടന്നിട്ടാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയം കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഷിപ്പിംഗ് മന്ത്രി തൊട്ടടുത്ത് കന്യാകുമാരിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് പൊൻ രാധാകൃഷ്ണൻ. അദ്ദേഹം കുളച്ചലിൽ 20,000 കോടിയുടെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മളും നടക്കുകയാണ്. അത് വന്നാൽ ഇവിടുന്ന് ഏകദേശം 30-40 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടത്തെ എല്ലാ സവിശേഷതകളും അതിനുണ്ട് താനും. അന്ന് അത് തുടങ്ങിയിരുന്നെങ്കിൽ ഇത് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി കഠിനാധ്വാനം ചെയ്തിട്ടാണ് അത് വന്നത്. കോവളം മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഭഗത് റൂഫസ് എന്നോടൊപ്പം ചേരുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എങ്ങനെയുണ്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണയും ആവേശവും? ഇല്ല, തീർച്ചയായിട്ടും നല്ലൊരു ഫീഡ്ബാക്കാണ് ഇതുവരെയും കിട്ടുന്നത്. പ്രത്യേകിച്ച് അറിയാലോ, പ്രായം കൊണ്ട് അല്പം കുറവാണ് മറ്റ് MLA കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രസന്റ് MLA നിന്ന് അല്പം പ്രായം കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഓടിയെത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം. എത്ര വയസ്സായി? 36. അങ്ങനെ പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ സ്വന്തമായിട്ടൊരു MLAയുടെ ഇനിഷ്യേറ്റീവിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ മണ്ഡലത്തിൽ കുറവാണ്. മറ്റ് 13 മണ്ഡലങ്ങളിലും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടെ ആകപ്പാടെ നമ്മുടെ സർക്കാരിന്റെ പദ്ധതികൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ പുതുമയാർന്ന ആശയങ്ങളുള്ള, തീർച്ചയായിട്ടും ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് വരുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. MLA ആയാൽ, തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം കോവളത്തിന് വേണ്ടി എന്തായിരിക്കും ചെയ്യുന്നത്? അതായത് നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലമാണ് കോവളം. ഇപ്പോൾ നമ്മുടെ അറിയാലോ, വിഴിഞ്ഞം പോർട്ട് വരുന്നു. അവിടെ ഉള്ള ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന അവിടുത്തെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രോജക്റ്റ് ഇല്ല. അല്ലെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ട്രെയിൻഡ് ഒരു ആൾക്കാരായിട്ട് അവരെ മാറ്റുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് അവിടെ ഇല്ല. ഏക ശുദ്ധജല തടാകം നമ്മുടെ വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ മണ്ഡലത്തിലെ വെങ്ങാനൂർ, നമ്മുടെ കല്ലിയൂർ പഞ്ചായത്തുകളിലാണ്. അവിടെ ഈ പറയുന്ന പോലെ ഇപ്പോഴാണ് ഈ ഡ്രഡ്ജിങ്ങും ഈ പറയുന്ന ആഴം കൂട്ടുന്നതിന് വേണ്ടിയിട്ടും കർഷകരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നോക്കുന്നത്. പിന്നെ ഈ നമുക്കറിയാലോ, ഏറ്റവും ആദ്യത്തെ ബഡ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലാണ്, ഇടുവയിൽ. അത് ഈ പറയുന്ന പോലെ അച്ഛൻ ആദ്യം പഞ്ചായത്തിലിരുന്നപ്പോൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തുടങ്ങിയതാണ്. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ കുറച്ചുകൂടെ ആധുനിക സൗകര്യമുള്ള രീതിയിലുള്ള ഒരു ആവശ്യം, എങ്ങനെയാണ് ആ ഒരു രീതിയിലുള്ള
മാറ്റങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാ ആശംസകളും. ഓക്കെ, സസ്പെൻസുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി TN സുരേഷിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കോവളത്തെ ഒരു പ്രമുഖ വ്യവസായി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി കോവളം ബീച്ചിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടിയിൽ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്താറുള്ളതാണ്. അങ്ങനെ ടൂറിസം രംഗത്ത് നിറഞ്ഞു വരുന്ന TN സുരേഷ് ഇപ്പോൾ ഈ സജീവ രാഷ്ട്രീയത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്നത്. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുന്നത്? എനിക്ക് ചെറിയ പ്രതീക്ഷയില്ല, വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പുതിയ ആളല്ല. എനിക്കിവിടെ നിൽക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എന്നെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇവരുടെ കൂടെ 2016 NDA കാൻഡിഡേറ്റായി പ്രവർത്തിക്കുകയും അന്ന് BJPക്ക് ഈ ശക്തിയില്ല, അല്ലെ NDAക്ക് ഈ ശക്തിയില്ല. അന്ന് ഏകദേശം അതിനുമുമ്പ് 9,500 വോട്ട് കോവളത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നിന്ന് അന്ന് 32,000 വോട്ട് നമ്മുടെ NDAയുടെ സഖ്യത്തിൽ അന്ന് വാങ്ങിച്ചു വന്ന്. അന്നത്തെ BJP അല്ല ഇന്നത്തെ BJP. അതിൽ നിന്ന് എത്രയോ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇന്നിപ്പോ ഇടതും വലതും ഒന്നും NDAക്ക് അല്ലെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ മോദിജി ഭരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ്. അതൊന്നും ഒരു വിഷയമല്ല. ഇന്ന് എത്ര സീറ്റ് പിടിക്കുമെന്നും ഏതെല്ലാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് വരുമെന്ന് മാത്രമേ സംശയമുള്ളൂ. ജയിച്ചാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും കോവളത്തിന്? നമ്മളെ മണ്ഡലത്തിൽ തന്നെ ഇപ്പോഴേ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നോക്കും 10 വർഷം എന്ന് പറയുന്നത് നമ്മളെ മണ്ഡലത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല. ഒരു വികസനം എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ റോഡുകളാണെങ്കിലും എന്ത് നോക്കിയാലും വേസ്റ്റ് മാനേജ്മെന്റ് നോക്കിയാലും എല്ലാം ശോചനീയ അവസ്ഥയിലാണ്. അവിടുത്തെ വിഴിഞ്ഞം പോലൊരു പദ്ധതി അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. അതെ, വിഴിഞ്ഞം പോലെയുള്ള പദ്ധതി എന്ന് പറയുമ്പോഴേ ഇപ്പൊ വിഴിഞ്ഞം പോലെയുള്ള പദ്ധതിക്ക് ഇപ്പൊ എന്താണ് അവിടെ ഇപ്പം റിംഗ് റോഡ് വന്നിട്ടില്ല, അതിനുള്ള പൈസ സാങ്ഷൻ ആയിട്ടില്ല, റെയിലിന്റെ ഇതുമായിട്ടില്ല. എല്ലാം ആയതിനു ശേഷം അതിൽ കമ്മീഷൻ ചെയ്തതിന് ശേഷവും അത് വർക്കിംഗ് കണ്ടീഷനിലല്ല ഇപ്പോ ഇത് കപ്പൽ വന്നിട്ട് കയറ്റുമതി ഇറക്കുമതി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ബാക്കി സ്ഥലം പോലും എടുക്കുന്നില്ല, ഒന്നും ചെയ്യാത്തൊരു കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനെ പോയാൽ ഇനിയും ഇതിന്റെ കമ്മീഷൻ കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇനിയും വർഷങ്ങളെടുക്കും. അതിനൊക്കെ ഇവിടെ സംവിധാനങ്ങൾ മാറി വരണം. നമ്മളെ രാജീവ്ജി പറയുന്നത് പോലെ എല്ലാം മാറും, പക്ഷെ കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവരണം. ഇതിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ടൈം മാനേജ്മെന്റ് എന്നൊരു സംഗതിയുണ്ട്. ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുന്ന ഇതിപ്പോ എല്ലാം നടക്കും ഇവര് വന്നാലും, പക്ഷെ 25 വർഷം എടുക്കും. 25 വർഷം കൊണ്ട് നടക്കുന്ന കാര്യം ഈ സർക്കാർ വന്നാൽ 5 വർഷം കൊണ്ട് നടക്കും. അതാണ് എല്ലാ ആശംസകളും. കോവളത്തെ 3 സ്ഥാനാർത്ഥികളുടെയും പ്രതീക്ഷകളൊക്കെയാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. എന്നാലും വിഴിഞ്ഞം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോവളത്ത് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.